ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. ഞങ്ങളിന്ന് കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇനിയും അങ്ങോട്ടുള്ള കൊടൈക്കനാലിൻ്റെ വീഡിയോകളായിരിക്കും വരുന്നത്. ഇന്ന് ഇപ്പം മണ്ണാർക്കാട് നിന്ന് ഞങ്ങൾ പുറപ്പെടുന്നേ ഉള്ളൂ. ഇന്ന് ഇവിടെ നിന്ന് അവിടം വരെ എത്തുന്ന വരെയുള്ള വീഡിയോയും നാളെ മുതൽ കൊടൈക്കനാലിൻ്റെ ഓരോ സ്ഥലങ്ങളിലെ വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യാത്ര തുടങ്ങുകയാണ്. പുതിയ വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ് ഇനി കൊടൈക്കനാലിൻ്റെ പരിസരവും വിശേഷങ്ങളുമാണ് നിങ്ങളിനിയും കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ സുനിൽ മാത്യു, ലെൻസ് ഓൺ വീൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ കുന്തിപ്പുഴയിൽ നിന്ന് പെട്രോളൊക്കെ അടിച്ച് മണ്ണാർക്കാട് ടൗണിലേക്ക് എത്തി. ഇത് കോടതിപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ്. മണ്ണാർക്കാട് പഴയ മണ്ണാർക്കാടല്ല, നല്ലതായിട്ട് വികസനമുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് ബിൽഡിങ്ങുകളും പുതിയ പുതിയ ഷോപ്പുകളും. ഇവിടെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡാണ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ശരിക്കും. പക്ഷേ ഇവിടെ KSRTC ഇതിൽ തന്നെയാണ്. അങ്ങനെയാണ് മണ്ണാർക്കാട് ടൗൺ ഇന്ന് അല്ല മൊത്തത്തിൽ അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. കാരണം രാവിലെ തുറന്ന് വരുന്നതേ ഉള്ളൂ കടകളൊക്കെ. മണ്ണാർക്കാട് ഒരു 10 വർഷത്തിനിടയ്ക്ക് വലിയൊരു വികസനമുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് മാത്രം കുറച്ച് വീതി കുറവുണ്ട്. ഇത് മണ്ണാർക്കാട് ആശുപത്രിപ്പടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ അട്ടപ്പാടിക്കുള്ള വഴി വരുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്ന ഇതാണ് അട്ടപ്പാടി ആനകെട്ടിക്കൊക്കെ പോകുന്ന വഴി. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് നെല്ലിപ്പുഴ പാലം. ഇത് പുതിയ പാലവും മറ്റേ റൈറ്റ് സൈഡിൽ കാണുന്നത് പഴയ ബ്രിട്ടീഷുകാർ പണിത പാലമാണ്. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ആണ് നൊട്ടമല വളവൊക്കെ വരുന്നത്. ഇവിടെ പണ്ട് വീതി കുറവായിരുന്നു, ഇപ്പം നല്ല ഏറ്റവും വലിയ വീതിയായി. പിന്നെ കുറേ താഴ്ത്തുകയും ചെയ്തു ഹൈവേ. ഇത് പണ്ട് LPGയുടെ ഒക്കെ ടാങ്കറുകൾ ഇവിടെ വന്ന് ബ്ലോക്ക് ആവുകയും പ്രശ്നങ്ങളുണ്ടാവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. അപ്പം നമ്മൾ ഓലോക്കോട് എത്തി അല്ലേ? ഇതാണ് റെയിൽവേയുടെ ഇത് കറക്റ്റ് പിടിക്കും. കറക്റ്റ് കേട്ടോ. ഇവിടെ റെയിൽവേയുടെ ഒരു ഈ ഫ്രെയിമിനെ കത്ത് നോക്കട്ടെ. ഫ്രെയിം നോക്കി ആ റെയിൽവേയുടെ ഇഞ്ചൻ വെച്ചിരിക്കുന്ന കേട്ടോ. അതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന റെയിൽവേ സ്റ്റേഷൻ. പണ്ട് ഇതിൽ ഈ തിരിച്ചുപോട്ടെ. പണ്ട് ഈ ലെഫ്റ്റ് കാണുന്ന വഴി കൂടെ ആയിരുന്നു പോകുന്നത്. പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ ഇതിലെ ഈ വഴി കൂടെ ആയിരുന്നു. അതേപോലെ മുന്നോട്ട് വന്നിട്ട് നമ്മൾ മലമ്പുഴ ഡാമൊക്കെ പോകുന്നത് ഈ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇടതുവശത്തൂടെയാണ്. ഈ കാണുന്ന ഇടതുവശത്തൂടെ പോകുന്ന വഴിയിലാണ് മലമ്പുഴ ഡാമൊക്കെ പോകുന്ന വഴിയാണത്. അതാണ് മലമ്പുഴയ്ക്ക് പോകുന്ന വഴി. മലമ്പുഴയിലേക്ക് പോകും. നമ്മളിപ്പോൾ ഈ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈപ്പാസ് വഴി കോയമ്പത്തൂരോ നമ്മുടെ തൃശ്ശൂരോ ഒക്കെ പോകുന്ന ഇതാണ് ബൈപ്പാസ്. ഈ ബൈപ്പാസ് ചെന്ന് ചാടുന്നത് അവിടുന്ന് തൃശ്ശൂർക്കും പോകാം, കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്കും പോകാം. ബൈപ്പാസിൽ നിന്ന് നിങ്ങൾ ചന്ദ്രനാർ വന്ന് ചാടി ഇവിടെ നിന്ന് ലെഫ്റ്റാണ് നമ്മളെ കോയമ്പത്തൂർ. ഇവിടെ നമ്മൾ നേരെ ലെഫ്റ്റാണ് മറ്റേ കോയമ്പത്തൂർ. അങ്ങോട്ട് റൈറ്റ് ആകുമ്പോൾ നമ്മുടെ തൃശ്ശൂർ റോഡിലേക്ക് പോകും. ഈ പൊള്ളാച്ചിയിലേക്കുള്ള നമ്മൾ പൊള്ളാച്ചി ആണോ പഴനിയാണോ എന്നൊരു ഡൗട്ട്. അത് പഴനിയല്ലേ? പഴനിയായിരിക്കും. നമുക്കതൊന്ന് നോക്കണം. മാപ്പിടണം. അതിനകത്ത് ഇപ്പം നമ്മൾ പാലക്കാട് ടൗൺ കഴിഞ്ഞ് മുന്നോട്ട് വന്നു. ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഹൈവേയിലോട്ട് ഇപ്പോൾ കയറാൻ പോവാണ്. പൊള്ളാച്ചിയിലെ അല്ല നമ്മുടെ കൊടൈക്കനാലിലെ കാര്യങ്ങളെന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് നമ്മൾ ഇതൊക്കെ പിടിക്കണം. കാരണം നമുക്ക് പുതിയ ലൊക്കേഷനിലൊക്കെ വേണം, നമുക്ക് പാർക്കിങ് വേണം, നമുക്ക് ഇത് ചെയ്യണം. നമുക്ക് ഒരു കണക്ഷനും ഇല്ല. നമ്മൾ ചെന്ന് കണ്ടുപിടിക്കുകയാണ്.
അല്ലാതെ നമ്മളിവിടുന്ന് വിളിച്ച് ചോദിച്ച അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് അങ്ങനെ പരിചയക്കാരൊന്നുമില്ല. നമ്മൾ ചെല്ലുക, അവിടെ അന്വേഷിച്ച് മേടിക്കുക. അപ്പോൾ അത് ഇന്നത്തെ ഒരു ദിവസം അതിനു വേണ്ടി പോകും. എന്നിട്ട് നമ്മളെ വയനാട് ചെയ്ത പോലെ തന്നെ ഒരു പാർക്കിങ്ങും ഒരു നമ്മുടെ ബാത്റൂമും ഒക്കെ ഉള്ള സ്ഥലം കിട്ടുകയാണെങ്കിൽ നമ്മളവിടെ പിന്നെ അവിടുത്തെ ഒരു 5-6 ദിവസം നമ്മൾ അവിടെ കൂടിയിട്ട് ഓരോ സ്ഥലങ്ങൾ അവിടുത്തെ ചുറ്റളവിലുള്ള ഒരു 10-60 കിലോമീറ്റർ സറൗണ്ടുള്ള ഓരോ സ്ഥലങ്ങൾ പോയി തിരിച്ചു വരും. വീട്ടിൽ തിരിച്ചിട്ട് രാത്രി അവിടെ കിടക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു. അയ്യോ, പൊള്ളാച്ചി റൈറ്റാണല്ലോ കാണിക്കുന്നത്. അപ്പം നമ്മള് അല്ല റൈറ്റ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, കയറുന്നില്ല. ഇതിലെ മാപ്പിടാം. കട്ടിയുണ്ട് മാപ്പിട്ടാലോ നമുക്കറിയില്ല. ഇത് തന്നെ ആയിരിക്കും പൊള്ളാച്ചിന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ കൂട്ടുപാത എത്തി. ഓവർ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് ഇത് എല്ലാം ഒരേ ലെവലിലായിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനാണ് ഞാൻ ഹൈവേ കയറുമെന്ന് പറഞ്ഞത്. ആ റൂട്ടാണ്. അതിനൊരു മാറ്റമില്ല, പഴയ റൂട്ട് തന്നെ. അതെ അല്ലേ? അതിന് ആ റൂട്ട് തന്നെ. പെട്ടെന്ന് നമ്മൾ എത്തിയല്ലോ. സാധാരണ ഇത് ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ട് കടന്നു. ഇവിടെ ഒരു പ്രശ്നങ്ങളില്ല, ഒരു ചെക്ക് പോസ്റ്റിലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, ഒന്നും കണ്ടില്ല, ആരും ഒട്ട് തടഞ്ഞില്ല. നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കാരണം തമിഴ്നാട്ടിലെ റോഡ് നല്ല റോഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോയമ്പത്തൂർ അല്ല തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോൾ നല്ല വീതിയുള്ള റോഡാണ്, നല്ല ഭംഗിയുള്ള റോഡും സംഭവങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കോയമ്പത്തൂർ വിശേഷങ്ങള് കൊടൈക്കനാൽ പോകുന്ന ബൈക്കുള്ള കാഴ്ചകളൊക്കെയാണ്. പുതിയ കാഴ്ചകൾ നിങ്ങളെ അടുത്തേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഈ പോകുന്ന വഴിക്കുള്ള നമ്മൾ ചെറിയ ചെറിയ സംഭവം എന്തെങ്കിലുമൊക്കെ കാഴ്ചകളുണ്ട്. നമുക്ക് ഓരോ സ്ഥലങ്ങളും ഇപ്പം മണ്ണാർക്കാട് നിന്ന് വിട്ടു പാലക്കാട് വന്നു, പാലക്കാട് നമ്മൾ തിരിഞ്ഞ് പൊള്ളാച്ചി റൂട്ടിലോട്ട് എത്തി. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ കയറി. ഇവിടെ നമുക്ക് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് ഇപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. റോഡിൽ ഞങ്ങൾ തമിഴ്നാട്ടിൽ കയറുകയോ ഇല്ലെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. ഇവിടെ ഒന്നും കാണുന്നില്ല. കൊറോണയുടെ സംബന്ധങ്ങളായിട്ടൊന്നും ഒന്നും തോന്നുന്നില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ അറിയുള്ളൂ എന്താണ്. ഞങ്ങൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിലേക്ക് ആദ്യമായിട്ട് കയറുന്നത്. കാരണം ഒരുപാട് കാലമായില്ലേ നമ്മൾ കൊറോണ ജനുവരി മുതൽ ഈ തമിഴ്നാട്ട് ഭാഗത്തോട്ട് വന്നിട്ടേ ഇല്ല. തമിഴ്നാട് കയറിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ജനുവരിയിൽ എങ്ങാണ്ട് കയറിയതാണ്. ഇപ്പം എത്ര മാസം 15 മാസമല്ലേ? അത് കുഴപ്പമില്ല നടന്നോട്ടെ. അങ്ങനെ ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറി. ആദ്യമായിട്ട് കുറേ നാളുകൾക്ക് ശേഷം തമിഴ്നാട്ടിലോട്ട് കയറി. അതിന് ബാക്കി മുന്നോട്ട് പോകുമ്പോൾ അറിയാം വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ. പിന്നെ പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കണം. നമ്മൾ രാവിലെ ഇതിനൊന്ന് പൊക്കിയാണോ എന്തെങ്കിലും നമ്മുടെ തമിഴ്നാടിൻ്റെ ഭക്ഷണം കഴിക്കാം. ഇഡ്ഡലി വട ദോശയൊക്കെ കഴിക്കാം. അവിടെ ഇങ്ങോട്ട് കയറിയപ്പോൾ കഴിഞ്ഞാൽ റോഡിന്റെ ഇത് നോക്കിയാൽ റോഡ് എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. അതെ, നമ്മുടെ അവിടെ റോഡ് മഹാമോശമൊക്കെ ഇട്ടിരിക്കും. ഇവിടെ നല്ല വീതിയുണ്ട്, നല്ല അവിടെ പരന്ന് ഒഴുകാണ് റോഡ്, കൂടുതൽ തിരക്കില്ല ഒരു. അതെ നല്ല ഭംഗിയുണ്ട് അവിടെ, പിന്നെ വൃത്തിയുള്ള. പണ്ട് ഇത്രയും വീതി ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ ശരിക്കും ഇത് വീതി കൂട്ടി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലേ? പണ്ടത്തെ അന്നപൂർണ്ണയുടെ ഓർമ്മയിലുള്ള ടേസ്റ്റ് ഒന്നും ഇല്ല. പിന്നെ ഒരു രക്ഷയില്ലാതെ കയറിപ്പോയതാണ്. റോഡിന്റെ രണ്ട് സൈഡിലായിക്കൊണ്ട് കാറ്റാടിപ്പാടാണ് ഇവിടെ തോന്നുന്നത്. ഒരുപാട് രണ്ട് സൈഡിലും
ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഓരോ നമ്മൾ യാത്രയിൽ എന്ത് സംഭവം നമ്മൾ ഈ ഓരോ യാത്രയിൽ നമുക്ക് കൃത്യമായിട്ടൊരു അറിവില്ലല്ലോ ഒരു എവിടെ ഹോട്ടലുണ്ടെന്ന് എവിടെ ഇതുണ്ടെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഓരോ യാത്രയിൽ ഓരോ ഹോട്ടൽ തപ്പി പിടിച്ച് നമ്മൾ സമയം പോകും. അതെല്ലാവർക്കും ഉള്ളതായിരിക്കും. ഭക്ഷണ സമയത്തിൻ്റെ ഒന്നും ആയിരിക്കില്ല. നമുക്ക് ചിലപ്പോൾ ഒരു 9 മണി തുടങ്ങിയാൽ 11 മണിയായാലും നമുക്ക് ഹോട്ടൽ തപ്പി പിടിച്ച് നിൽക്കില്ല. അതൊരു നോർമൽ കേസാണ്. അപ്പോൾ ഇങ്ങനെ തപ്പി പിടിച്ച് ചെല്ലുന്നത് ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണെങ്കിൽ പെട്ടുപോയി. നമ്മളിപ്പോൾ ഇതാ ഈ പഴനിയിൽ നിന്ന് അതായത് പൊള്ളാച്ചി കഴിഞ്ഞു, പൊള്ളാച്ചി നമ്മൾ കഴിഞ്ഞു പഴനിയിലുള്ള റൈറ്റ് സൈഡിലേക്കാണ് കൊടൈക്കനാലിലോട്ട്. ഈ പറമ്പിക്കുളം കൊടൈക്കനാലും ഇതെല്ലാം ഈ റൂട്ടിൽ തന്നെയാണ്, ഇവിടെ തന്നെയാണ് തിരിയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞ് കൊടൈക്കനാൽ പോകുന്നത്. അങ്ങ് ദൂരെ പഴനിമല കാണാം. പക്ഷേ ഈ ക്യാമറയിൽ നമുക്ക് പഴനിമല കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കുറച്ച് നമ്മൾ മുന്നോട്ട് പോയി കാണിച്ചു തരാം. ശരിക്കും കാണാൻ പറ്റുന്ന നോട്ടെ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് അവിടെ പഴനിമല സ്ഥലത്ത്. പഴനി നിങ്ങൾ കാണാമല്ലോ, പഴനി വരുത്തുമ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് കൊടൈക്കനാൽ റൂട്ട്. നമുക്ക് കാണിച്ചു തരാം ഇപ്പോൾ ശരിക്കും അതിൻ്റെ ഇത്. അങ്ങ് ദൂരെ കാണാമോ ഇത്? ദൂരെ കാണുന്നതാണ് പഴനിമല കേട്ടോ. കാരണം ഒരു മേഘം ആയതുകൊണ്ട് അത് കാണാത്തത്. ട്രെയിൻ പോലെ എന്തൊരു സാധനം കയറി പോകുന്നുണ്ട്. ലിഫ്റ്റ് വില ആയിരിക്കും. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ എന്തോ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രാക്ക് പോലൊരു സംഭവം ഇട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതാണ് പഴനിമല. നമ്മൾ പോണ വഴിക്ക് കണ്ടപ്പോൾ കുറച്ചും കൂടെ അതെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കാണുകയാണെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഇനി നമ്മൾ മുന്നോട്ട് പോകാം. എന്തൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടു പോകാം. എന്ത് നല്ല പച്ചപ്പാണ് ഇവിടെയൊക്കെ. രണ്ട് സൈഡിലും പുളി പണ്ട് മുതലുള്ളത്. പക്ഷെ എന്നാലും ഇപ്പൊ ആ പുളിയും എല്ലാം കൊണ്ട് നല്ല പച്ച കളറാണ് ഇപ്പോൾ ഉള്ളത്. തണുപ്പും ചൂട് പകുതി കുറഞ്ഞു അല്ലേ? അതെ തീരെ ചൂടില്ല ഇവിടെ ശരിക്കും. ഈ രണ്ട് സൈഡിൽ ഈ പുളിമരത്തിന്റെ അടിയിലെ റോഡ് ഭയങ്കര പിന്നെ പോകുന്നത് നല്ല നോന്തരം റോഡിൽ കൂടാണ്. രണ്ട് സൈഡും പുളി മരങ്ങൾ നിഴൽ വിരിച്ചിരിക്കുന്ന റോഡാണ്. പിന്നെ പഴയപോലെ ഇന്ന് നല്ല ചൂട് കാണുന്നില്ല, നല്ല തണുപ്പാണ്. പിന്നെ അതല്ല തമിഴ്നാട്ടിലൊരു ഭയങ്കര മാറ്റം പോലെ നല്ല പച്ചപ്പുണ്ട്. പക്ഷേ കൂടുതൽ കൃഷി കാണുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് കൃഷി, വയലുകൾ കാണുന്നു. നന്നായിട്ട് ശരിക്കും വെള്ളം കാണുന്നു. ഇതൊന്നും ഒരു ഉണങ്ങിയ പ്രദേശമായിട്ട് പണ്ട് നമ്മൾ തമിഴ്നാട്ടിൽ കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് തമിഴ്നാട്ടിൽ. നന്നായിട്ട് റോഡിലൂടെയൊക്കെ ഉണ്ട്. ഇവിടെ കാണില്ലേ, നല്ല ഒന്നാം തരം കൃഷിയാണ് കാണുന്നത്. നല്ല വെള്ളവും ഇഷ്ടംപോലെ വെള്ളം കാണുന്നുണ്ട്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കുട്ടനാടിൻ്റെയൊക്കെ ഷേപ്പിലുള്ള പാടശേഖരവും വെച്ചാൽ നമ്മുടെ പാലക്കാടൊക്കെ പണ്ട് ഉണ്ടായിരുന്ന രീതിയിലുള്ള. അപ്പോൾ ഈ ഡിസംബർ മാസം കൃഷി ചെയ്താന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നന്നായിട്ട് കൃഷി നെല്ലെല്ലാം കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്നും. ഭയങ്കര രസമാണ് ഈ ഒരു റോഡ്. രണ്ട് സൈഡിൽ പുളിമരങ്ങള്, നല്ല കൂളിംഗ് ആണ്. നല്ല തണുത്ത കാലാവസ്ഥ. കേരളത്തിലൊക്കെ പോയി പണിയാക്കാൻ വരേണ്ട അവസ്ഥയാണ്. കഷ്ടമുണ്ട്. നമ്മുടെ ഇത്രയും വെള്ളം ഉണ്ടായിട്ട് ആ വെള്ളം തന്നെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഈ കൃഷിയുടെ മെയിൻ സ്ഥലം. കൊടൈക്കനാലിലേക്ക് പോകുമ്പോൾ ഈ ഒരു കാഴ്ച നല്ലൊരു അനുഭവമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലെ ഇതാണോ കേരളം അതാണോ കേരളം എന്നല്ല, അവിടുത്തെ വെള്ളം തന്നെയാണ് തോന്നുന്നു ഇവിടുത്തെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് എന്ത് ഭംഗിയായിട്ടാണ് നെൽപ്പാടങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ്. കണ്ടു മടുക്കുന്നു. അവിടെ കാണുന്ന നെൽപ്പാടം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതായി പോകും. അവിടെ എന്ത് ഭംഗിയാണ്. ചിരിക്കാൻ പറ്റും, ചിരിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിൽ പണ്ട് കുട്ടനാട്ടിലും പാലക്കാടൊക്കെ ഉണ്ടായിരുന്ന പോലെ ഉള്ള ഒരു അവസ്ഥ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. കാരണം പക്ഷെ വെള്ളം ഇത് എവിടെ നിന്നാണെന്നല്ല, മഴവെള്ളമാണെന്ന് എനിക്ക് തോന്നില്ല. ചിലപ്പോൾ ഇവിടെ ഇത്ര പച്ചപ്പായപ്പോൾ മഴ പെയ്താവാം.
അല്ലെങ്കിൽ ചിലപ്പോൾ മുല്ലപ്പെരിയാറിന്റെ വെള്ളം തന്നെ ആയിരിക്കും, അറിയത്തില്ല കേട്ടോ. ഇത് എവിടുന്ന് വരുന്ന വെള്ളം എവിടെയാണ് എന്താണെന്നൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല. എന്നാലും നല്ല ഭംഗിയാണ്. കാരണം നമ്മൾ നെല്ല കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു കാര്യമില്ല. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ കാണിച്ച് ലോങ് സെറ്റ് ആകുമ്പോൾ അത് ഡയറക്റ്റ് കാണുമ്പോൾ നമുക്ക് എന്തായാലും ക്യാമറയിൽ പകർത്താൻ അറിയാതെ നമ്മൾ ഇറങ്ങിപ്പോകും. ഇപ്പൊ തമിഴ്നാട്ടിൽ നമ്മൾ ഒരുപാട് ഒരു മാസങ്ങൾക്ക് ശേഷം എത്തുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ മുഴുവനും നമ്മുടെ നാടിനെക്കാട്ടിലും പച്ചപ്പാണ്. നാട് കരിഞ്ഞു പോണു. പക്ഷെ ഇവിടെ ഭയങ്കര പച്ചപ്പാണ്. മഴയുടെ ആണോ വെള്ളത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ വരുന്ന ഈ പാടം ഈ ഡിസംബർ മാസം കൃഷി ചെയ്യുന്നത് ഇവിടുന്ന് വെള്ളമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും വെള്ളമാണല്ലേ? അത്രയും പാടം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള ചെളി നിറഞ്ഞ പാടം. അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇവിടെ മാത്രമല്ല, ഇവിടെ പഴനി ആ ഭാഗം എല്ലാം ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ വന്നു അല്ലേ? നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ ഇതേ അവസ്ഥയാണ് കാണിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ നിന്നാണ് இல்ல இபாஸ் அப்ளை பண்ணுங்க சார் மொபைலில். இல்லை அவட ப்ரௌசிங் தான் இருக்குது. ഇവർക്ക് കണക്ക് വേണ്ടി വരും. കണക്ക് വേണ്ടി വരും. എങ്ങനെയാ നല്ല ഒന്നാം തരം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റോഡ്. നമ്മുടെ ഏത് ഹിൽ സ്റ്റേഷനിലേക്കാണ് ഇത്രയും നല്ല വൃത്തിയുള്ള റോഡുള്ളത്? എവിടെയില്ല. ആ താമരശ്ശേരി ഉണ്ട്, എന്നാലും അത് ഫിനിഷിംഗ് ആയിട്ടില്ല. അതെ 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 അതെ. അയ്യോ ഓ മദറേ, എന്ത് ഭംഗി! എന്താണെങ്കിൽ വെയിലും ഇല്ല. ഒരു അതെ അതെ. റോഡിന്റെ കാര്യത്തിൽ തമിഴ്നാട്ടിനെ സംബന്ധിച്ചിരിക്കണം കേട്ടോ. അതെ അതെ. അവിടെ എന്തുണ്ടോ ഇല്ലയോ എന്നൊന്നും ആരും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാണ് കൊടൈക്കനാലിലേക്കുള്ള നമ്മുടെ ചുരം കയറുന്ന റോഡ്. പിന്നെ കൊടൈക്കനാലിലേക്ക് ക്യാമറ നിർത്തണം. ഇതാ തിരിച്ചു. ഓക്കെ, ഓൺ ചെയ്തോളൂ. കൊടൈക്കനാലിലേക്ക് അതായത് ആട്ടേണ്ട വേണ്ടിട്ടോ റൗണ്ട് തിരിയൊക്കെ ചെയ്യല്ലേ? നീ അത് കൊണ്ട് പിടി. എന്റെ രണ്ട് കൈ ഫ്രീ ആണ്. കൊടൈക്കനാലിലേക്കും അതേപോലെ തമിഴ്നാട്ടിലെ ഹിൽ സ്റ്റേഷനുകളിലേക്ക് വരുന്നവർക്ക് ഇ പാസ് നിർബന്ധമായിട്ട് എടുക്കണം. പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ് എടുക്കും. നമ്മൾ എവിടെയും ഇ പാസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്പർ അടിച്ച് വെറും സിമ്പിളായിട്ടൊരു പ്രോസസ്സിംഗ് ആണ്. നമ്മുടെ വണ്ടിയുടെ നമ്പറും അടിച്ചൊരു ചെറിയൊരു പ്രോസസ്സിംഗ് ആണ് ഇ പാസ് എന്ന് പറഞ്ഞാൽ. അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കേസോട്ടൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു തമിഴ്നാട്ടിലോട്ട് കയറി നിങ്ങൾ ഏതെങ്കിലും ഹിൽ സ്റ്റേഷൻ പോകുന്നുണ്ടെങ്കിൽ, അതായത് ഊട്ടി, കൊടൈക്കനാൽ അതേപോലെ ഏതെങ്കിലും ഹിൽ സ്റ്റേഷൻ പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇ പാസ് എടുത്ത് വെക്കുക. കാരണം ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇ പാസ് മനസ്സിലായത്. കാരണം ഇവിടെ താഴെ ഒരു ചെക്ക് പോസ്റ്റിൽ ആണ് ഇ പാസ് പറഞ്ഞത്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഐഡിയയുടെ ഫോണാണ്, അതിൽ അവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ OTP വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്തൊരു ബ്രൗസിംഗ് സെന്ററിൽ ഒരു ചെറിയ കട തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 രൂപ മുടക്കി ഇ പാസ് എടുക്കണം. അതെങ്ങാനും അത് അടച്ചു പോയാൽ നമ്മൾ ഇപ്പം ഐഡിയ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ OTP വരത്തില്ല, റേഞ്ചും കിട്ടത്തില്ല. അപ്പം നമ്മൾ വലിയതായിട്ട് പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഇ പാസ്, നിങ്ങൾക്ക് തമിഴ്നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇ പാസ് ഇത് എടുത്ത് വെക്കുന്നത് ആണ് ഏറ്റവും നല്ലത്. കാരണം എവിടെ ചെന്നാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല.
അതേപോലെ തന്നെ ഈ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻട്രിക്കാണ് ആ പാസ് ഉദ്ദേശിക്കുന്നത്, തിരിച്ചെപ്പോൾ പോകുന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അതിനകത്തൊരു ഇതുണ്ട്. വ്യൂ പോയിന്റ് പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഏതോ ഒരു ഡാമിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് ഈ ഒരു വ്യൂ ഇവിടുന്ന് കാണാൻ എന്ത് ഭംഗിയാ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ഈ വ്യൂ പോയിന്റ് ഇന്ന് നമുക്ക് ശരിക്കും നോക്കാം. എൻ്റെ അമ്മോ, ഒന്നും പറയാനില്ല കേട്ടോ. അയ്യോ, ഞങ്ങളിപ്പോൾ ഉള്ളതേ ഞാൻ കാണിച്ചില്ലേ, കുറച്ച് മുമ്പ് കാണിച്ചില്ലേ, നല്ലൊരു ഡാമിൻ്റെ റിസർവയർ. ഏത് ഡാമാണെന്ന് അറിയത്തില്ല, അടിപൊളി വ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നിർത്താതിരിക്കാൻ പറ്റില്ല, എടുക്കാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു സ്റ്റില്ലും എടുക്കണം. ഇവിടെ കയറി നിൽക്കാനായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ. അതിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ഉണ്ടോ, ഇപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതാക്കി കാണിച്ചത് കേട്ടോ. വ്യൂ പോയിന്റ് നോക്ക്. ഇതിൽ വന്ന് കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ടു പോകും. ശരിക്കും നല്ല ഒരു ഭംഗിയുള്ള സാധനമാണ്. ഇത് പച്ച കളറും ആ പോയിന്റും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇതിന്റെ പേര് നമുക്കൊന്നും അറിയില്ല. പേര് ചോദിക്കാം ഏതാണെന്നല്ല അല്ലേ? ആരോടും ചോദിച്ചാൽ അറിയാം. നമുക്ക് ഇത് ചോദിച്ചു നോക്കാം. ഈ ഡാമിന്റെ പരിസരത്ത് നിങ്ങളിങ്ങനെ താഴേന്ന് ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മേലേക്ക് കയറി വരുമ്പോഴാണ് ഈ വ്യൂ ഉള്ളത്. ഇത് നമ്മുടെ പുതിയ GoPro 9 വൈഡ് എക്സ്ട്രീം വൈഡ് റിസൾട്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ ഡാമിൻ്റെ പേര് പല്ലാർ ഡാമാണ്. ഇപ്പോൾ ഇതിൽ ഫോറസ്റ്റോ ജീപ്പ് വന്നായിരുന്നു, ഫോറസ്റ്റിൻ്റെ വണ്ടി വന്നായിരുന്നു. അപ്പോൾ അവർ എൻ്റെ വലിയ ക്യാമറ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ചെറിയ ക്യാമറകളിലൊരു കുഴപ്പമില്ല, വലിയ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഡ്രോൺ പറത്തണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതെന്തായാലും പറത്താതിരുന്നത് ഭാഗ്യം. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അവർ വരുന്നതിന് മുമ്പ് ഇതെല്ലാം എടുത്തിരുന്നത്. പക്ഷേ ഇത് വ്യൂ പോയിൻ്റാണ്, ചെറിയ ക്യാമറകൾ എടുക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. വലിയ ക്യാമറ പുറത്തേക്ക് എടുത്തപ്പോഴാണ് പ്രശ്നം വന്നത്. ഇതാണ് ആ വ്യൂ പോയിൻ്റ്, മുകളിൽ കാണുന്ന ആ നടന്നു വരുന്നതാണ് വ്യൂ പോയിൻ്റ്. അപ്പോൾ അതിന് എനിക്കൊരു സ്റ്റിൽ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് അവർ വലിയ ക്യാമറ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അവർ പറഞ്ഞു പെർമിഷൻ എടുക്കാൻ പാടില്ല. ഇത് ആ കാണുന്നത് പല്ലാർ ഡാമാണ്. അവിടേക്ക് പോകാം, പെർമിഷൻ ഉണ്ടെങ്കിൽ അവിടെ പോകാം. അവിടെ പോയി പെർമിഷൻ എടുത്ത് അവിടെ കാണാം. അപ്പോൾ ഞാൻ ഇവിടെ വേറൊരു അപ്പുറത്തെ ഇതിൻ്റെ ബാക്കിലൊരു കാറ് കിടപ്പുണ്ട്, വണ്ടിയുടെ ബാക്കിൽ. അയാളോട് ചോദിച്ചപ്പോൾ അവർ പെർമിഷൻ ഒന്നും വേണ്ട, വെറുതെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. ചിലപ്പോൾ എനിക്ക് വന്ന് നമ്മുടെ വലിയ ക്യാമറ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ പറഞ്ഞതായിരിക്കും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. എവിടെ ചെന്നാലും വലിയ ക്യാമറ എടുക്കുമ്പോൾ നമ്മുടെ ട്രൈപോഡും ഒക്കെ ഇറക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതാണൊരു സംഭവം. കാരണം അവിടെ ചെറിയ ക്യാമറ അതിനേക്കാളും ക്വാളിറ്റി ഉള്ളതാണ് ഈ GoPro ഒക്കെ വീഡിയോയ്ക്ക്. അതെല്ലാം ഒരു കുഴപ്പമില്ല. പക്ഷേ വലിയ ക്യാമറ എടുക്കുമ്പോൾ വലിയ നോക്ക് മഞ്ഞായി കണ്ട് ലൈറ്റ് മഞ്ഞ കേട്ടോ. കോണാണ്, പക്ഷേ ക്യാമറയിൽ ലൈറ്റ് വെളിച്ചം കാണുന്നുണ്ട്. നല്ല സംഭവം ഭയങ്കര കൊള. നമ്മളിപ്പോൾ ഒരു സിൽവർ കസ്കേഡ് എന്ന് പറഞ്ഞൊരു പാർക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടൈക്കനാലിൽ കയറി പോകുന്ന ഒരു വാട്ടർഫാൾസ് ഉണ്ട് മുകളിൽ നിന്ന് വരുന്നത്. അതിന് മുന്നിലാണ്, റോഡ് സൈഡിൽ തന്നെ. അതേപോലെ തന്നെ ഇവിടുന്ന് അവിടെ ചെക്ക് പോയിൻ്റ് ഉണ്ട്, പിന്നെ പാസിൻ്റെ ചെക്കിങ് പോയിൻ്റ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് ഈ വാട്ടർഫാൾസ് കാണുന്നത്. നമ്മുടെ വണ്ടി മുകളിൽ കിടക്കുന്നത്. ഇത് ഇനിയും ഇവിടുന്ന് കൊടൈക്കനാലിൽ ഒരു 8 കിലോമീറ്ററോ 6 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുള്ളൂ. ഇനി അവിടെ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് റൂമും അല്ല ഇതൊക്കെ അന്വേഷിക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ഏരിയ വേണം, പാർക്കിംഗ് സംഭവങ്ങളൊക്കെ അന്വേഷിക്കാൻ. അപ്പം ഇനി നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. കാരണം ഇവിടുത്തെ ഈ സംഭവങ്ങൾ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് നേരം ഈ വെള്ളച്ചാട്ടമൊക്കെ ഒന്ന് വിഷ്വൽ ചെയ്തിട്ട് നമുക്ക് മേലോട്ട് കയറി പോകാം. അതൊക്കെ പോണ വൈക്കുള്ള കാഴ്ചകളാണ്. ഇനിയും ഇതുപോലെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ പാർട്ടിയിട്ടേ പോവുള്ളൂ ഇവിടുന്ന്.
കേട്ടോ. അതുവരെ നമുക്ക് വന്നിട്ട് കൊടൈക്കനാൽ എത്തുന്നിടം വരെയുള്ള വ്യൂസ്, കാരണം കുറച്ച് മുമ്പ് കണ്ട ഡാമും പരിസരവും അത് ഈ റോഡ് നമ്മൾ ഈ യാത്രയാണ് ഇന്നത്തെ. അത് കഴിഞ്ഞ് നമുക്ക് നാളെ ഉള്ളൂ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഇത് നാളെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. കൊടൈക്കനാലിൽ എത്തി. കൊടൈക്കനാലെത്തി. ഇനി എങ്ങോട്ട് പോകുമെന്ന് നമുക്കൊന്നൊരു ഐഡിയ ഇല്ല. എങ്ങനെ തുടങ്ങും? കൊടൈക്കനാലിലേക്ക് ഇങ്ങോട്ട് റൈറ്റ് അല്ലേ? ഇവിടെ എത്തിയിട്ട് ഒരു നാലംകുടി ജംഗ്ഷൻ ഉണ്ട്. ഇവിടുന്ന് റൈറ്റാണ് നമ്മൾ ലേക്കിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മഞ്ഞ് മൂടി ആകാശമൊക്കെ മേഘാവൃതമാണ്. ഒരു തണുത്ത അന്തരീക്ഷമാണ്. ശരിക്കും വെയിലൊന്നുമില്ല. നമ്മളൊരു 2-3 മണി ടൈമിലായിട്ടുള്ളൂ. 3 മണി കഴിഞ്ഞിട്ടുണ്ടാവും കൊടൈക്കനാലിൻ്റെ പരിസരത്ത്. ഞങ്ങൾ കുറേ ഏജൻറ്റുമാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞു. കാരണം ഇങ്ങനെ പാർക്കിങ്ങും നമുക്ക് ടോയ്ലറ്റ് സൗകര്യമുള്ള ഏതെങ്കിലും ഹോട്ടലുകൾ കിട്ടുമോ. പാർക്കിങ്ങും നമുക്ക് വേണ്ടത് പാർക്കിങ്ങും ടോയ്ലറ്റ് സൗകര്യമാണ്. എവിടെയും കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ മന്നവന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ തീരുമാനിച്ചു. നല്ല മഞ്ഞുണ്ട്. സമയം വൈകുന്നതോറും ഉള്ളിലൊരു പേടിയില്ലാതിരിക്കില്ല. പിന്നെ ഒരു രക്ഷയില്ലെങ്കിൽ ഹോട്ടലിൽ റൂം എടുക്കാം, അങ്ങനെ അവിടെ തങ്ങാം. അത് മാത്രമേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്ത സീനുകളാണ്. എടാ നമ്മളിപ്പോൾ എങ്ങോട്ട് പോകും? എന്നോട് ചോദിച്ചാൽ ഇവിടെ കൊടൈക്കനാലിലെത്തി. ഞങ്ങൾക്കൊരു പാർക്കിങ്ങുള്ള സ്ഥലം കിട്ടി. ഇവിടെ കൂടിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ബീഫിന് ചൂടാക്കുകയാണ്. ബ്രെഡ് മഞ്ഞുകൊണ്ടൊന്നും കാണുന്നില്ല. ഇതുപോലെ ആദ്യത്തെ ഒരു അനുഭവം കേട്ടോ. ഇത്ര സൂപ്പർ മഞ്ഞ് എന്ന് പറഞ്ഞാൽ സൂപ്പർ തണുപ്പ്. ഞങ്ങൾ മന്നവന്നൂർ പോകുന്ന ഒരു സ്ഥലത്ത് പോകുന്ന ഒരു കൊടൈക്കനാലിൽ 10 കിലോമീറ്റർ ഉള്ളിലോട്ട് വന്നിട്ട് മുഖമൊന്നും കാണാനില്ല. മുഖമുണ്ടോ? ആ മുഖമുണ്ടല്ലേ? ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എത്തി. കൊടൈക്കനാലിൽ നിന്ന് ഇവിടെ എത്തി. നല്ല തണുപ്പാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്. കാരണം നിങ്ങൾ കണ്ടോ, അത് പുറത്ത് മഞ്ഞ് കണ്ടില്ല. ആ ഭാഗത്ത് കാണില്ലേ മഞ്ഞോട് മഞ്ഞ്. അവിടെ ലൈറ്റുള്ളതുകൊണ്ട് മഞ്ഞ് ശരിക്കും കാണാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ബ്രെഡുണ്ട്, കുറച്ച് ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ചൂടാക്കി ഇവൻ്റെ ബ്രെഡുമായിട്ട് ഇപ്പോൾ കഴിക്കാൻ പോകണം. എന്നിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങണം. പുറത്ത് നിൽക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർക്കിംഗ് സ്ഥലം കിട്ടിയിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ അവിടെ കിട്ടും. അങ്ങനെ ഇത് ലേറ്റായി തപ്പി പിടിക്കാൻ. അങ്ങനെ തപ്പി പിടിച്ച് ഇവിടെ വന്നു. അപ്പോൾ ഇനിയും ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഇനി നാളെ മുതൽ കൊടൈക്കനാലിൻ്റെ ഓരോ എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ്. വീണ്ടും മഴ. മൂന്നാറിൽ വാഗമണ് പോയ പോലെ അതേ അവസ്ഥ. ഒരു രക്ഷയില്ല. ഞങ്ങൾ മെല്ലെ തിരിച്ച് മന്നവന്നൂറിന് പോകുന്നതിന് പകരം തിരിച്ച് ഇവിടേക്ക് പോവാണ്, കൊടൈക്കനാലിന് പോവാണ്. ഒന്നും കാണാൻ വയ്യ. ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു. പല്ല് പോലും തക്കാതെ തിരിച്ച് പോവാണ്. എവിടെയെങ്കിലും നിർത്താമെന്ന് വിചാരിക്കും. ഞങ്ങളങ്ങനെ തിരിച്ചു പോരുകയാണ്. അപ്പം മന്നവന്നൂരിൽ നിന്ന് വരുന്ന വഴിയെല്ലാം ഈ യൂക്കാലിസ് കാടാണ്. നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊടൈക്കനാലിലെത്തി. കൊടൈക്കനാലിലെത്തിയിട്ട് ഞങ്ങൾ പല്ലൊന്നും തേക്കാതെ അവിടെ നിന്ന് പോകുന്നത്. കാരണം ടോയ്ലറ്റിലൊന്ന് പോയി എന്നിട്ട് പെട്ടെന്ന് പോരുമായിരുന്നു. കാരണം മഴ പുറത്തിറങ്ങാനൊരു വഴിയില്ല. അപ്പോൾ നോക്കുമ്പോൾ റോസ് ഗാർഡൻ മാത്രമേ തുറന്നിരിക്കുന്നുള്ളൂ. ബാക്കി ഒന്നും തുറന്നില്ല. അപ്പം ഞങ്ങൾ റോസ് ഗാർഡൻ്റെ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന്
ഫ്രഷായി. അവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫ്രഷായി പല്ലൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ റോസ് ഗാർഡനിലോട്ട് കയറി. അപ്പോൾ റോസ് ഗാർഡനിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ഇലക്ട്രിക് കാറുണ്ട്. ആ സൈക്ലോൺ ആയത് കാരണം എന്ന് വെച്ചാൽ കാറ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് കൊടൈക്കനാൽ മുഴുവൻ റെഡ് അലർട്ടാണ്. ഞങ്ങൾ ചെന്നത് നല്ല സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല മഴയാണ്. വെച്ച് കഴിഞ്ഞാൽ രാത്രി ഞങ്ങളൊരു 11 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ്. ഈ കാലത്ത് ഇത്രയും നേരമായിട്ട് മഴ തോരുന്നില്ല. പിന്നെ പ്രത്യേക ഒരു ക്ലൈമറ്റ്, ഭയങ്കര മഞ്ഞും ഒരു മൂടിയ ഒരു ഭീകര അന്തരീക്ഷമാണ്. അപ്പോൾ എല്ലാം അടഞ്ഞു കിടക്കുക, എല്ലാ സ്ഥലങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. റോസ് ഗാർഡൻ எந்த டைமில் சீசன்? ஏப்ரல் மே தான் ஃபுல்லாக. இப்போ மழை பெஞ்சு பூவெல்லாம் கொட்டி போச்சு. அப்போ அதனால் வந்துட்டு இப்போ வந்துட்டு அடுத்து நமக்கு மார்ச்சில் வந்து இது ஃபுல்லாக கட் பண்ணிடலாம். கட் பண்ணிவிட்டா ஏப்ரல் மே ஃபுல் சீசன், ஜூலை வரைக்கும் பூ இருக்கும். அப்படியே உங்களுக்கு இதுக்குள்ளே ரோஸ் மட்டும் தான் இருக்குது? ஃபுல்லாக ரோஸு, சபர்ஜெல்லு மரம் கொஞ்சம் இருக்குது. சபர்ஜெல்லு அந்த அப்படி போகும்போது பார்க்கலாம். அதில் போய் பார்க்கலாம். அதில் இப்போ அது இப்போ மொத்தம் 7 மரம் மட்டும்தான் இருக்குது இதில். அதில் காയൊന്നും கிடையாது இப்போ இல்லை. அது சீசன் தான், எல்லாமே சீசன் தாங்க. எதுவும் மார்ச் ஏப்ரல் தான். അതും മാർച്ച്. ശരി. കൊടൈക്കനാലിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അൺസീസണാണ്. ஏப்ரல் மே ஃபுல் சீசன், ஃபுல்லு ரஸ்ஸாக இருக்கும் കേട്ടോ. മറ്റപടിക്ക് എല്ലാമേ. അങ്ങനെ ഒന്നും കാണാനില്ലാത്ത കാരണം നമ്മൾ റോസ് ഗാർഡനിൽ കയറി. പക്ഷേ റോസ് ഗാർഡനിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റോസൊന്നുമില്ല, ഗാർഡനിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഈ മഞ്ഞുണ്ടല്ലോ നമുക്ക്, ആ യൂക്കാലിസ് മരങ്ങൾ അതിർത്തി പങ്കിടുന്ന പോലെ ഒരു മഞ്ഞ്, അത് വെച്ചാൽ ഒരു പ്രത്യേക രീതിയിലാണ്, ഒരു കാശ്മീരിൻ്റെയൊക്കെ ലുക്ക് വരുന്ന മഞ്ഞാണ്. അതാണ് ഇതിൻ്റെ ഒരു ഭംഗി. അല്ലാതെ റോസ് ഗാർഡനിൽ റോസ് ഒന്നുമില്ല, കാരണം സീസൺ അവസാനിച്ചു. മുൻപേ ഡ്രൈവർ പറഞ്ഞ പോലെ എല്ലാ സീസണും അവസാനിച്ച് ഏപ്രിൽ മെയ് മാത്രമേ സീസൺ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആ മഴയും മഞ്ഞും കൂടെ ഒരു പ്രത്യേക ഭംഗി. അതാണ് ഞാൻ അതിനകത്ത് കയറി എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ഇത് നോക്ക്, ആ യൂക്കാലിസ് മരങ്ങൾ ഇങ്ങനെ കുത്തനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു കാശ്മീരിൻ്റെ ലുക്കൊക്കെ വരുന്നുണ്ട്. പുറത്തുനിന്നുള്ളൊരു രാജ്യത്തിൻ്റെ ഒരു ലുക്കാണ് വരുന്നത്. അപ്പോൾ അതൊരു ഭംഗിയായിട്ട് തോന്നി. അതാണ് എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി അനുഭവപ്പെട്ടൊരു സംഭവം. കണ്ട ഈ റോസുകളൊക്കെ ഒന്ന് ഇല പൊഴിഞ്ഞു, വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ. അതേപോലെ ഈ മഞ്ഞ് വരുമ്പോൾ സാധാരണ എല്ലാ സ്ഥലത്തും ഈ ഇലകളെല്ലാം പൊഴിഞ്ഞു പോകും. എന്നിട്ട് പിന്നെ അടുത്ത മഞ്ഞ് മാറുമ്പോഴാണ് ശരിക്കും വരുന്നത്. ഇതാണ് നമ്മുടെ സബർജിൽ മരമാണ്. സബർജിൽ മരം ഇത് കുറച്ച് ഈ ഗാർഡൻ്റെ ഉള്ളിൽ കുറച്ച് സബർജിൽ മരങ്ങളുണ്ട്. പക്ഷേ എല്ലാ മരങ്ങളും കൊടൈക്കനാലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഇതും ഇപ്പോൾ സീസണേ അല്ല ഈ സമയം. പക്ഷേ ഈ സമയം വേറൊരു ഗുണമുണ്ട്, തണുപ്പിൻ്റെയും മഞ്ഞിൻ്റെയും നല്ല ഭംഗിയുള്ളൊരു സമയമാണ്. നല്ല മഞ്ഞ് കാണാൻ പറ്റും. നമ്മൾ അടുത്ത് നിന്ന് അപ്പുറത്ത് ഉള്ള ഒരാളെ കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞുണ്ടാവും. ഇത് കണ്ടോ, റോസുകൾ, വിവിധ തരം റോസുകൾ നിൽപ്പുണ്ട്. പക്ഷേ എല്ലാം ഇല പൊഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി അവർ മാർച്ച് മാസം വെട്ടിക്കളഞ്ഞിട്ട് ഏപ്രിൽ മെയ് ആകുമ്പോൾ ഫ്ലവർ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ടു കഴിഞ്ഞ് തിരിച്ചു പോന്നു. പക്ഷേ ഒരു പ്രത്യേക ഭംഗിയാണ്. നിങ്ങൾ നോക്കി കാണുന്നുണ്ടല്ലോ, ആ മഞ്ഞാണ് അതിൻ്റെ ഒരു എഫക്റ്റ്. അല്ലെങ്കിൽ ഒന്നുമില്ല അതിനകത്ത്. മഞ്ഞും ആ മഴയുടെയും നിഴലുകളും ഇതൊക്കെ ഒരു ഈ നമ്മുടെ നാടിൻ്റെ ആയിട്ട് തോന്നില്ല ഈ ഭാഗങ്ങളൊക്കെ. കണ്ടോ, ഒരു പുറത്തുള്ളൊരു കൺട്രിയിലൂടെ നമ്മളൊരു സഞ്ചരിച്ച പോലെ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ 30 രൂപ ഉള്ളൂ. ഇലക്ട്രിക് കാറിൽ ഒരാൾക്ക് 30 രൂപ ഉള്ളൂ. നല്ല പെട്ടെന്ന് ഇച്ചിരി കാണാനേ ഉള്ളൂ. പക്ഷേ ഒന്നും കാണാനില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഗാർഡനിൽ കയറിയത്. അപ്പോൾ ഒന്നും നിങ്ങളെ കാണിക്കാനില്ല. നമ്മളവിടെ ചെന്ന് തിരിച്ചു പോരുന്നു, ഒരു വല്ലാത്തൊരു അവസ്ഥ. അതുകൊണ്ട് ഇത് കാണിച്ചത്. അതേപോലെ ഈ ഫ്രണ്ടിലുള്ള ഓഫീസിൽ ഇരിക്കുന്നവർ പറഞ്ഞു, വല്ലങ്കി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലമ്മിൻ്റെ ഒക്കെ തോട്ടങ്ങളുണ്ടാവും. അങ്ങനെ അതിലേക്ക് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ച് ഇറങ്ങി അങ്ങോട്ട് പോയി. അതിനിടയിലാണ് മറ്റേ ലേക്കൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ലേക്കൊന്ന് ഇറങ്ങി നോക്കുമ്പോൾ ലേക്കിൻ്റെ അടുത്ത് ഒന്നും തുറന്നിട്ട് എല്ലാ അടച്ചു കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞൊരു ഹർത്താലിൻ്റെ അന്തരീക്ഷമാണ് കൊടൈക്കനാലിൽ. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ അതിൽ 2-3 ദിവസം കഴിഞ്ഞ് പിന്നെ എല്ലാം തുറക്കുള്ളെന്ന് അവർ പറഞ്ഞു. റോസ് ഗാർഡൻ മാത്രം അവർ തുറന്നു വെച്ചിട്ടുണ്ട്, ബാക്കി എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ഒരു ആൾക്കാർ പുറത്തില്ല, ആരുമില്ല, ടൂറിസ്റ്റുകളില്ല. പക്ഷേ അവിടെയുള്ള ലോക്കൽസ് കാരണം അവർക്കറിയാം അലർട്ടിനെ കുറിച്ച്. അപ്പോൾ ഞാൻ സാധാരണ വിചാരിച്ചത് ഈ കൊടൈക്കനാലിലൊക്കെ എങ്ങനെയാണ് ഈ സൈക്ലോണിൻ്റെ എഫക്റ്റ്, അത് കടൽ തീരത്തല്ലേ എന്ന് ചിന്തിച്ചു. പക്ഷേ ഈ സൈക്ലോൺ അതായത് കൊടുങ്കാറ്റുകളൊക്കെ വരുമ്പോൾ ഈ കൊടൈക്കനാൽ ഭാഗത്ത് അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്.
അതിൻ്റെ ശരിക്കും നമുക്കത് കണ്ട് മനസ്സിലാക്കി. കാരണം ആ അന്തരീക്ഷം ശരിക്കും അവിടുത്തെ സൈക്ലോൺ ശ്രീലങ്കയിൽ ടച്ച് പോലും ചെയ്യാത്ത സമയത്തും കൊടൈക്കനാലിൻ്റെ അന്തരീക്ഷം ഭയങ്കര ഒരു പ്രത്യേക അതാണ് അവിടെ റെഡ് അലർട്ടൊക്കെ നേരത്തെ തന്നെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് മഞ്ഞ് മഴയാണ്. ഈ സൈക്ലോണിൻ്റെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. എന്തായാലും ഇന്നലെ രാത്രി മുതൽ നല്ല മഴയാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒന്നും കിട്ടാത്ത കാരണം ഈ ഫാമിൽ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ, കൊടൈക്കനാലിൽ നിന്ന് സെൻറ്ററിൽ നിന്ന് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ബല്ലങ്കി എന്ന് പറഞ്ഞൊരു കൃഷി സ്ഥലങ്ങൾ മാത്രമുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ പ്ലംസിൻ്റെ ഫാമുകളുണ്ട്. അത് വെച്ചാൽ ഇപ്പം ആപ്പിളിൻ്റെയോ ഓറഞ്ചിൻ്റെയോ ഒന്നും സീസണല്ല. ഇപ്പം ഉള്ളത് ഈ പ്ലംസും അങ്ങനെയുള്ള ബെറി ഫ്രൂട്ട്സിൻ്റെ ടൈമാണ്. അപ്പോൾ ആ ഫാമിൽ പോയി കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. അതിനുവേണ്ടി പോവാണ്. നമുക്ക് അവിടെ പോയി നോക്കാം ബാക്കി കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ച് വല്ലങ്കി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ അന്വേഷിച്ച് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അവർ പറഞ്ഞു വിട്ടതൊന്നുമല്ല. ഇപ്പോൾ ഒന്നുമില്ല. കുറച്ച് അവക്കാഡോയുടെ മാത്രം, അതെന്ന് വെച്ചാൽ ബട്ടർ ഫ്രൂട്ടിൻ്റെ മാത്രം സീസണുള്ളൂ. ബാക്കി എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയ വഴിക്ക് തന്നെ തിരിച്ചു പോന്നു. ഇവിടെ മഴ പെയ്ത കാരണം അങ്ങോട്ട് പോയത് വളരെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ഭയങ്കര വലിയ വെള്ളച്ചാട്ടമായി. കാണുന്നുണ്ടോ നിങ്ങൾ? ശരിക്കും കണ്ടേ? അത് നല്ല വെള്ളച്ചാട്ടമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടൈക്കനാലിൽ പോയി. മഴ കാരണം തിരിച്ചു പോകുന്നു. ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് റോസ് ഗാർഡൻ ഇത് മാത്രമേ തുറന്നിട്ടുള്ളൂ, ബാക്കിയൊന്നും തുറന്നിട്ടില്ല. അത് ഈ സൈക്ലോൺ കാരണം 2-3 ദിവസത്തേക്ക് റെഡ് അലേർട്ടാണ്. എല്ലാ സ്ഥലത്തും ഓഫാണ്. ഞങ്ങളിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പിന്നെ ലേക്കിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഉള്ള എല്ലാ സ്ഥലവും നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ്. ഒരു കടകൾ പോലും തുറന്നിട്ടില്ല. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഈ നിമിഷം വരെ അവസാനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനിയും ഒരു പ്രാവശ്യം വരാമോ, എന്തെങ്കിലും ചെയ്യാം. കാരണം നമ്മളിവിടെ കുറച്ച് ദിവസം കൊടൈക്കനാലിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളും മന്നവന്നൂരും അതേപോലെ തന്നെ ഈ തോട്ടങ്ങളും ഫാമുകളും ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചതൊന്നും നടന്നില്ല. ഓക്കെ, അങ്ങനെ നമ്മളെന്ന് പറഞ്ഞു വന്ന് എല്ലാം പോയി. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു എപ്പിസോഡ് 2 എപ്പിസോഡൊക്കെ കസ്റ്റിമേഷൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. നോക്കാം, നമുക്ക് അതിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതാവാം, അതറിയത്തില്ല. അങ്ങനെ അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടോട്ട് പോവാണ്. ഇപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഇപ്പോൾ എക്സ്പ്ലോറിങ് എന്താണെന്ന് നമുക്ക് നടന്നില്ല. ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് നമുക്ക് നാട്ടിൽ ചെന്ന് തീരുമാനിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ ഷെയറും ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ നന്ദി, നമസ്കാരം. ഞാനും ഉണ്ട്, അബൂബ് ക്യാമറയുടെ പിന്നിലുണ്ട്. നന്ദി, നമസ്കാരം, ബൈ ബൈ.